ഇക്കഴിഞ്ഞ മെയിലാണ് യുവനടിയുടെ ലൈംഗികാക്രമണ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായത്. സിനിമാ ലൊക്കേഷനിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന നടിയുടെ പരാതിയെ തുടർന്നായിരുന്നു നടപടി. രഞ്ജിത്തിന്റെ പുതുതായി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുന്ന നടിയായിരുന്നു പരാതിക്കാരി. അറസ്റ്റിന് ശേഷം രഞ്ജിത്തിനെതിരെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില താരങ്ങളും അണിയറ പ്രവർത്തകരും പ്രേക്ഷകരും പ്രതിഷേധിക്കുന്നതും വിമർശിക്കുന്നതും ചെയ്യുകയും ചെയ്തു. എന്നാൽ നടിയെ ആക്രമിച്ച കേസിന്റെ സമയത്ത് ദിലീപിനെതിരെ ഉയർന്ന പോലെയൊരു പ്രതിഷേധം ഉണ്ടായിരുന്നില്ലെന്നും ചർച്ചയായിരുന്നു. രഞ്ജിത്ത് വിഷയത്തിൽ WCC അടക്കം മൗനം പാലിക്കുകയായിരുന്നു. ഇപ്പോഴിതാ ദിലീപിനെക്കുറിച്ച് രഞ്ജിത്ത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത്. ദിലീപിനെ കാണാൻ രഞ്ജിത്തും ജയിലിൽ പോയിരുന്നു. അന്ന് താല്പര്യത്തോടെ പോയതല്ലെന്നും മീഡിയയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സുരേഷ് കൃഷ്ണയ്ക്കൊപ്പം ജയിലിനുള്ളിലേക്ക് കയറിയതാണെന്നും രഞ്ജിത്ത് പറഞ്ഞു. ദിലീപിനെ ഞാൻ ജയിലിൽ പോയി കണ്ടിട്ടുണ്ട്. അത് നിഷേധിക്കേണ്ട കാര്യമൊന്നുമല്ല. ഇയാളെ കുടുക്കിയതാണെന്ന് സിനിമയിലെ വലിയൊരു സംഘം വിശ്വസിച്ചിരുന്ന കാലത്ത് ഞാൻ കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് വരുമ്പോൾ എനിക്കൊപ്പം സുരേഷ് കൃഷ്ണ എന്ന നടനുമുണ്ടായിരുന്നു. യാത്രക്കിടെ തൃശ്ശൂർ കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ചേട്ടാ എനിക്കൊന്ന് ആലുവ സബ് ജയിലിൽ കയറണം. ഒരു 10 മിനിറ്റ് അതിനുവേണ്ടി അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണമേന്ന്. ദിലീപിനെ കാണാനെന്ന് ചോദിച്ചപ്പോൾ അതേന്ന് അയാൾ പറഞ്ഞു. ചേട്ടൻ വരുന്നു എന്ന് എന്നോട് ചോദിച്ചു. ഇല്ലെന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. എനിക്ക് വലിയൊരു ആത്മബന്ധം ദിലീപുമായി ഇല്ല. അതിനാലാണ് കാണാൻ കയറില്ലെന്ന് തീരുമാനിച്ചത്. ഞാൻ കാറിലിരിക്കാൻ സുരേഷ് പോയിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവിടെ ക്യാമറയുമായി മീഡിയക്കാരായ ചെറുപ്പക്കാർ നിൽക്കുന്നത് കണ്ടത്. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയാൽ അവർ ഉടൻ മുന്നിലേക്ക് വരും. എന്താണ് പുറത്തു നിൽക്കുന്നത് എന്ന് അടക്കം പലതരം ചോദ്യങ്ങൾ വരും. മീഡിയയെ നേരിടുക എന്നത് ചില്ലറ പണിയല്ല. ഇതിനേക്കാൾ നല്ലത് അകത്ത് പോയി സേഫായി ഇരിക്കുന്നതാണെന്ന് തോന്നി. അങ്ങനെ ഞാനും സുരേഷ് കൃഷ്ണയോടൊപ്പം പോയി. ഞാൻ ജയിൽ സൂപ്രണ്ടിൻ്റെ റൂമിലായിരുന്നു. ദിലീപ് അവിടേക്ക് വന്നു. സുരേഷ് കൃഷ്ണയുമായി അയാൾ ഒരുപാട് നേരം സംസാരിച്ചു. എന്തൊക്കെയോ തമാശയൊക്കെ പറഞ്ഞു നിൽക്കുന്നത് കണ്ടു. ഞാൻ കൂടുതലും സംസാരിച്ചത് സൂപ്രണ്ടുമായിട്ടാണെന്ന് എന്നാണ് രഞ്ജിത്ത് പറഞ്ഞത്. ഈ വീഡിയോ വീണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ ദിലീപ് ആരാധകർ രഞ്ജിത്തിന് നേരെ തിരിയുകയും ചെയ്തു. രഞ്ജിത്തിനോട് കാലം കണക്ക് ചോദിച്ചു എന്നാണ് കമന്റുകൾ. ദിലീപിനിട്ട് പണിത സകല ടീമിനും മറുപടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ രഞ്ജിത്തിന് സൂപ്രണ്ടിനോട് സംസാരിച്ച് കൊതി തീർന്നു കാണും. അന്ന് കയറാൻ മടി കാണിച്ച് ഇപ്പോൾ കയറുമെന്ന് അറിയാമെന്നത് കൊണ്ടാണ്. ദിലീപിനെ കൊടുക്കാൻ കൂട്ടുനിന്നൊരു താനും ഉണ്ടാകുമല്ലേ. അതുകൊണ്ടല്ലേ പോയി കാണാൻ വിഷമം തോന്നിയത്. എന്തായാലും രഞ്ജിത്തിന്റെ അഹങ്കാരവും തക്കോടത്തോളം തീർന്നു എന്നിങ്ങനെയുള്ള പരിഹാസ കമന്റുകളാണ് വീഡിയോയ്ക്ക് ഏറെയും ലഭിച്ചത്. അറസ്റ്റായ ശേഷം എറണാകുളം സബ് ജയിലിലാണ് രഞ്ജിത്ത്.